ഹായ്, ഞാനിന്ന് എത്തിയിട്ടുള്ളത് ചീമേനി ഡാമിലാണ്. നമ്മുടെ ആമ്പല്ലൂരിൽ നിന്ന് തിരിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വേലുപ്പാടം വഴിക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ കാണുന്ന ചീമേനി ഡാമുണ്ട്. അപ്പം ഇന്ന് ക്യാമറമാൻ ഇല്ല, സോളമാൻ മാത്രമുള്ളൂ. ക്യാമറമാൻ ഇന്നൊരു തിരക്കാണ്, ആളുടേതായിട്ടുള്ള വണ്ടിയുടെ ഷൂട്ടിങ് വന്നപ്പോൾ അദ്ദേഹം അങ്ങോട്ട് പോയിരിക്കുകയാണ്. ഞാനിന്ന് നിൽക്കുന്നത് ഒരു ഗ്ലെയറൊക്കെ വരുന്നുണ്ട് ഫോട്ടോസിൽ, അയാൾ ഇല്ലാത്തതിൻ്റെ ഒരു വിഷമം നമുക്കുണ്ട്. അപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ അല്ല, ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ അതിമനോഹരമായിട്ടുണ്ട്, ഭംഗിയുണ്ട്, പ്രശാന്ത സുന്ദരമാണ് എന്നൊന്നും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഇതൊക്കെ വിഷ്വൽസ് കണ്ടാൽ അറിഞ്ഞൂടെ എന്താ ഈ കാണുന്നത് എന്നുള്ളത്. ഈ കൊടയുണ്ട് കേട്ടോ, ആ കൊട കാണാല്ലേ ഇങ്ങനെ ഒരു സപ്തവർണ്ണങ്ങൾ എന്നൊക്കെ പറയുന്ന പോലെ ഒരു പ്രത്യേക വെറൈറ്റി കളറുകളുള്ള കൊടകളാണ്. അപ്പം ഇത് മഴയുടെ ഒരു ലാഞ്ചനയോ ഒക്കെ ഉണ്ടോയെന്ന് തോന്നിക്കുമ്പോൾ അങ്ങനെ പിന്നെ വേറെ ആരും ഇല്ല കൊട പിടിക്കാൻ. അപ്പോൾ ഷൂട്ടും സംഭാഷണം, കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം, ശബ്ദരേഖ എന്നൊക്കെ പറയണ പോലെ ഇതൊക്കെ ഒരാൾ തന്നെയാണ്. അപ്പോൾ ഇപ്പം ഇത് നിങ്ങൾ ബാക്കൊക്കെ കാണുന്ന പോലെ തന്നെ കണ്ട, ഏത് സൈഡിൽ തിരിഞ്ഞാലും അടിപൊളി അല്ലേ. ഞാൻ പിന്നെയും നിങ്ങളുടെ അടുത്ത് ഈ പറയണ പോലെ അയ്യോ എന്താ ബെസ്റ്റായിൻ്റെ. അപ്പോൾ ഇവിടേക്ക് വരണമെന്ന് ഞാൻ പറയില്ല, നിങ്ങൾ ഈ സ്ഥലം കാണുമ്പോൾ നിങ്ങൾ ഊഹിച്ച് പൂരിപ്പിക്കുക എന്നൊക്കെ പറയില്ലേ, എല്ലായിടത്തും ഇങ്ങനെ നമ്മൾ വിളിച്ച് പറയുക ചെയ്യുക. അത് നിങ്ങൾ ഇവിടേക്ക് വരണം കേട്ടോ, വന്ന് കാണണം എന്നൊക്കെ ഇങ്ങനെ ആകെ ആളുകളെ ഇങ്ങനെ സ്ട്രെസ് ചെയ്തിട്ട് നമ്മൾ കുത്തി നോപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ പോലെ ഇതങ്ങനെയല്ല. ഇത് നിങ്ങൾ വരണം, വന്ന് കാണുന്നെ വേണം. അപ്പോൾ ഞാനിനി കൂടുതലായിട്ടും കുറവായിട്ടും പറഞ്ഞ് നിങ്ങളെ അല്ലേ ഓക്കെ അല്ലേ, ബോറടിക്കണമെന്നല്ലോ നമ്മുടെ പ്രോഗ്രാമുകൾ. അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾ അത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് എന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോളൂ. കാരണം നിനക്ക് വേറെ പണിയൊന്നുമില്ല ചങ്ങാതി, ഈ ജാതി കൊടഞ്ഞ് പിടിച്ചിട്ട് നിനക്കൊരു കല്യാണമൊക്കെ കഴിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കില്ലേ. അപ്പോൾ ആലോചന നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് പറയണ്ടല്ലോ. ഇനി കണ്ട ഇതൊക്കെ എന്ത് രസമാണ്, ദൈവത്തിൻ്റെ സ്വന്തം നാടിനുണ്ട്. ഞാൻ ഈ പ്രകൃതിനെ ഇങ്ങനെ പിടിച്ചു പോകുമ്പോൾ എനിക്ക് നോക്കണത് ഒരറ്റത്തുനിന്ന് ആ അറ്റത്തേക്ക് എത്തില്ല എന്നുകൊണ്ട്. ഇന്നിപ്പോൾ ആമസോൺ കാടുകളിലെ ഒരു സംഭവമാണ് ഞാൻ ഇന്ന് വരുമ്പോൾ ടി വിയിൽ എൻ്റെ വാർത്ത മനോരമ എന്തുകൊണ്ട് വാർത്ത അതിൽ കണ്ടത്. ആ കുട്ടികൾ വിമാനാപകടമോ ഹെലികോപ്റ്ററോ എന്തോ അപകടത്തിൽപ്പെട്ടിട്ട് അവർ 10-24 ദിവസം ആ വന്യമൃഗങ്ങളും ഒക്കെയുള്ള ആ കാട്ടിൽ അവർ താമസിച്ചു എന്നാണ് പറയണത്. അപ്പോൾ ആ വാർത്തയിൽ കേട്ടത് കണ്ടത് ആ കാടുകളിൽ 10-25 ദിവസം അവർ താമസിച്ചു എന്ന് പറഞ്ഞു. അതായത് എനിക്കപ്പോൾ തോന്നിച്ചൊരു കാര്യം, അവരുടെ ആ ഒരു വലിയൊരു വിഷ്വലായിരുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടികളുടെ മാതാപിതാക്കൾ മരണപ്പെട്ടിട്ട് ആ ബോഡി ഇപ്പം നമ്മൾക്കൊരു വീട്ടിലൊരു മരണം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ഫീലിംഗ് അറിയാലോ. അപ്പോൾ ആ കുട്ടികൾ, ചെറിയ കുട്ടികൾ, 12 വയസ്സ്, അങ്ങനെ വളരെ ചെറിയ കുട്ടികളാണ്. അവർ ഈ ബോഡി അഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ കുറച്ച് നാളെന്തായാലും അവിടെ ഇരുന്നിരിക്കണം. ആ ബോഡി ഇങ്ങനെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ സ്മെല്ല് കേട്ടിട്ട് വന്യമൃഗങ്ങൾ വരാം എന്ന് വിചാരിച്ചിട്ട് ആ ചെറിയ കുട്ടികൾ വീണ്ടും യാത്ര തുടരുകയാണ്. അത് വളരെ എൻ്റെ മനസ്സിനെ സ്പർശിച്ചു അത്. കാരണം ഞാനൊക്കെ ഇപ്പോഴും ചിലപ്പോൾ എൻ്റെ ബ്രദർ മരണപ്പെട്ടു, പക്ഷെ നമ്മൾ വീട്ടിൽ കുറച്ച് മരണങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ അപ്പോഴും നമ്മളൊക്കെ അങ്ങനെ മനസ്സിനെങ്ങനെ ഭയങ്കര ഫീലിങ്സ് ഉണ്ടാക്കാറുണ്ട്. പിന്നെ അത് അങ്ങനെ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി. അങ്ങനെയാണ് ഇപ്പോൾ ഇത് ഈ യൂട്യൂബ് ഇവിടം വരെ എത്തി നിൽക്കണത് അങ്ങനെയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ കൊച്ചു കുട്ടികൾ അതറിഞ്ഞിട്ട് വീണ്ടും ആ വനത്തിലൂടെ യാത്ര ചെയ്തു. ആ സർക്കാരുകൾ അവരെ ഭയങ്കര നല്ല തെരച്ചിൽ ഊർജിതമാക്കി, ഹെലികോപ്റ്റർ അങ്ങനെ ഭയങ്കര, ഇന്നിപ്പോൾ നമ്മുടെ അവിടെ മണ്ണിടിച്ചിലൊക്കെ നടന്നിട്ടുള്ള വിഷയങ്ങൾ എത്തി നിൽക്കുന്നുണ്ട് പല സ്ഥലത്തും. നമ്മളാരെയും കുറ്റം പറയാനല്ല, അങ്ങനെ അവർ ആ കുട്ടികളെ മോചിപ്പിച്ചു.
അത് വലിയൊരു ദൈവത്തിൻ്റെ വലിയൊരു എന്തെന്ന് പറയുക സത്യമുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ മൃഗങ്ങളൊന്നും ഇല്ലാത്തതൊന്നാവില്ല. ഇപ്പം ഞാൻ തന്നെ ചെറുപ്പത്തിലേ എൻ്റെ അമ്മ ഈ വീട്ടുകാർ ഈ മണ്ണുപണിയുള്ള സമയമാണ്. അപ്പം എന്നെ ചെറുപ്പത്തിൽ പറഞ്ഞിട്ടുള്ളൊരു കഥയാണ്, എനിക്ക് ഓർമ്മ വരികയാണത്. അവർ എന്നെ ഇങ്ങനെ മണ്ണ് എടുക്കണതിൻ്റെ സൈഡിൽ കെടുത്തിയിട്ടാണ് അവർ പണിക്ക് പോവുക. അപ്പം ഞാൻ എന്തിൻ്റെയോ ഇപ്പോൾ ഇങ്ങനെ എന്തോ ഒരു സാധനത്തുമ്പോൾ ഒരു വള്ളിയുമ പിടിച്ചിട്ടുള്ള പോലെ അവർക്ക് തോന്നിച്ചു. അവർ വന്ന് നോക്കിയപ്പോൾ ഒരു വലിയ സർപ്പം അല്ലെങ്കിൽ ഇപ്പോൾ ഏതോ ഒരു പാമ്പ് ഇങ്ങനെ പത്തി വിടർത്തി നിൽക്കുന്നു. ഞാൻ അതിൻ്റെ വാലുമ്മ പിടിച്ചിട്ട് ഇങ്ങനെ, അതായത് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ അതിൻ്റെ വാലിങ്ങനെ ഇട്ട് ആട്ടണ കണ്ടപ്പോൾ അത് പിടിച്ചതാവാം, കളിക്കാൻ വേറെ ഒന്നുമില്ലല്ലോ, നമ്മൾ ചെറുപ്പമല്ല. പക്ഷേ ഈ പിടിച്ചപ്പോൾ പാമ്പിന് പോകാനും പറ്റണില്ല. ഈ പാമ്പ് എന്നെ നോക്കിയപ്പോൾ കൊത്താൻ അതിന് തോന്നിക്കണില്ല, കാരണം ഒരു ചെറിയ കുട്ടീനെ കൊത്തിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ തോന്നിച്ചൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിലേ, ഇവർക്കൊക്കെ നമ്മുടെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഫ്ലാറ്റിൽ നിന്ന് കുട്ടീനെ എടുത്തെറിയുക എന്നൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ ഏറ്റവും കൂടുതൽ ഈ വന്യമൃഗങ്ങൾക്ക് കൂടുതൽ അറിയാമെന്ന് തോന്നും ജീവൻ്റെ വില, ഒരു ജീവനെ എങ്ങനെ നിലനിർത്താം. നമ്മുടെ മനുഷ്യരേറ്റവും കൂടുതൽ ഈ മൃഗങ്ങൾക്കാണ് കൂടുതൽ ഈ കരുണയുള്ളത് എന്നാണ് ഞാൻ അറിഞ്ഞു വെച്ചൊരു കാര്യം. അപ്പോൾ ഈ കുട്ടികൾ നടന്നു പോകുമ്പോഴേക്ക് ചിലപ്പോൾ അവിടെയൊക്കെ ചിലപ്പോൾ ഈ മൃഗങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ അവരുടെ മനസ്സറിയാം എന്നുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ അവരെ ആക്രമിച്ചില്ല, അവർ രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഞാൻ കണ്ടെത്തിയ ഒരു കാര്യം ഇതായിരിക്കണം എന്ന് തോന്നും. അപ്പോൾ നമ്മളിപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ അനിമൽസിനൊക്കെ കാണുമ്പോൾ അവരെ പരമാവധി ഉപദ്രവിക്കാതിരിക്കുക. അവരങ്ങനെയുള്ള ആൾക്കാരൊന്നുമല്ല. വീട്ടുകാരൊക്കെ പറഞ്ഞ പോലെ അവർ നാട്ടി കഴിഞ്ഞാട് പൊക്കറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോവും. അതിപ്പോൾ ആനയായാലും പുലിയൊക്കെ ആയാലും അവർക്ക് ആരും ഒന്നും ചെയ്യണം നിർബന്ധമൊന്നുമില്ല. പ്രത്യേകിച്ച് നമ്മുടെ പോലെ. ഞാൻ മനുഷ്യരെ കുറ്റം പറയില്ല കേട്ടാ, ഞാൻ പറഞ്ഞ് കാട് കയറി പോകണില്ല. കാട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിപ്പോൾ വീരപ്പനൊന്നുമില്ല, പക്ഷേ എവിടേക്ക് വലിയ വലിയ കാട്ടിലെത്തുന്നതുകൊണ്ട്. അപ്പോൾ ഓക്കെ, പറഞ്ഞ പോലെ നിങ്ങൾ എൻ്റെ പ്രോഗ്രാം കാണണം, എന്നെ ഹെൽപ്പ് ചെയ്യണം. അല്ല, വീണ്ടും പറഞ്ഞ പോലെ. അപ്പോൾ ഇന്ന് ക്യാമറമാൻ ഇല്ലാത്ത കാരണം സോളമൻ ഒറ്റയ്ക്ക്. ഓക്കെ, ഹായ്.